രണ്ടിലെ തണ്ടിലുണ്ട് ആരോഗ്യമുള്ള ആയുസ്. എന്റെ കൂടെ അനുശ്രീയാണ്. എന്താണ് അനുശ്രീ സംഭവം? ഇതാണ് മൈക്രോഗ്രീൻസ്. ഓക്കെ. മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് വെജിറ്റബിൾസിന്റെ ഒക്കെ അല്ലെങ്കിൽ പച്ചക്കറികളുടെയോ എല്ലാ പച്ചക്കറികളും മൈക്രോഗ്രീൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ ചില വെജിറ്റബിൾസിന്റെയോ ഹെർബ്സിന്റെയോ അല്ലെങ്കിൽ ധാന്യങ്ങളുടെയൊക്കെ മുളപ്പിച്ച് രണ്ടില വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിൽ ഇതാണ് ആക്ച്വലി മൈക്രോഗ്രീൻസിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടില കിളിർത്ത് വരുന്ന സ്റ്റേജിൽ കട്ട് ചെയ്യുന്നതാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. മൈക്രോഗ്രീൻ സീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് സെപ്പറേറ്റഡ് ആണ്. നമുക്ക് വീട്ടിലുള്ള കടുകോ അല്ലെങ്കിൽ വീട്ടിലുള്ള ചെറുപയറോ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അതെന്ന് പറയുമ്പോൾ അതിന് മാത്രമായിട്ടുള്ള അതായത് ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് അല്ലാത്ത ട്രീറ്റ് ചെയ്യാത്ത കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത സീഡ്സ് ആണ് മൈക്രോഗ്രീൻ സീഡ്സ്. എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുമോ? എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്ക് കഴിക്കാം, മുതിർന്നവർക്ക് കഴിക്കാം, പ്രഗ്നന്റ് ലേഡീസിന് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഫുഡിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിന്റെ കൂടെ ഏത് തരത്തിൽ വേണമെങ്കിൽ ഇത് ആഡ് ഓൺ ചെയ്യാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനോളും റോ ആയിട്ട് തന്നെ കഴിക്കും. ശ്രദ്ധിക്കണം, റോ ആയിട്ടാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഇതെല്ലാം നിങ്ങൾ പ്രത്യേക രീതികൾ അങ്ങനെയൊക്കെ ഉണ്ടോ? മൈക്രോഗ്രീൻസ് എന്ന് പറയുമ്പോൾ അത് റോ ആയിട്ട് തന്നെ കഴിക്കും. അതെല്ലാവർക്കും ഒരു തെറ്റായ ധാരണയാണ്. തോരൻ വെച്ച് കഴിക്കാം, കറി വെക്കാം. മൈക്രോഗ്രീൻസ് എന്ന് പറയുമ്പോൾ റോ ആയിട്ട് തന്നെ കഴിക്കണം. ഓംലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാം. ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് പേര് പോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇതിൽ മൊത്തത്തിലായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിലേക്ക് വേണ്ടിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, എന്ത് വേണ്ട എല്ലാ വിധത്തിലുള്ള ന്യൂട്രിയൻസിന്റെ ഒരു പീക്ക് ലെവലാണ് ഈ ഒരു. അപ്പൊ നിങ്ങൾക്കും ഇത്തരം ബിസിനസ്സുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെയാന്ന് വെച്ചാല് താല്പര്യമുള്ളവർക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കാം. ഇതിന്റെ ട്രേയും സീഡ്സും കാര്യങ്ങളും ലൈറ്റിങ്ങും എല്ലാം തന്നെ ഒരു ഇൻസ്റ്റലേഷൻ എന്നുള്ള രീതിയിൽ. അതല്ലാണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടറെ നമ്മളിപ്പം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരാൻ താല്പര്യമുള്ളവർക്കും അങ്ങനെ വരാം. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഫാക്ടർ ഉള്ള ഒരു മേഖലയാണ്. നമ്മളൊരു കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരുപാട് ഡാമേജ് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾ യൂണിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതും സെറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ അതിന്റെ നമ്പറും കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ബിസിനസ് ഒരുപാട് വിജയമാവട്ടെ, എല്ലാ ഭാവങ്ങളും നേരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.